നമസ്കാരം, ഷമീർ ദോസ്തി. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത് കൊല്ലം സിറ്റിയിലാണ്. സിറ്റിയിൽ ഈ ദർഗാ ഷരീഫ് കഴിഞ്ഞു ചായ കുടിച്ച് അവസാനിപ്പിച്ചത് ലഞ്ചിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഞാൻ നേരെ പോകുന്നത് ലഞ്ചിലോട്ടാണ്. കൊല്ലം സിറ്റിയിൽ തന്നെ കൗവ എന്ന് പറഞ്ഞൊരു അടിപൊളി ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. എനിക്കെന്തോ അറിയില്ല, ഇവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങൾക്കും ഒരു പ്രത്യേക ഡിസൈൻ തോന്നിയിട്ടുണ്ട്. ഒരു സ്വീറ്റ്സ് ഉണ്ട്, ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്, കൂടാതെ സലാഡുകളൊക്കെ ഒരു 10-12 സലാഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഷോക്കേസിലാണെങ്കിൽ മട്ടൻ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പം മട്ടൻ മന്തി തന്നെ ഞാൻ ഓർഡർ ചെയ്തു. മട്ടൻ മന്തി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് ആണ്. അപ്പോൾ ഒരു പീസ്, വലിയൊരു പീസ് മട്ടൻ പീസും മന്തി റൈസും. സത്യത്തിൽ ഒരു രക്ഷയില്ല. അടിപൊളി മട്ടൻ, സോഫ്റ്റായ മട്ടൻ, അതിൻ്റെതായ റൈസിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒരു അപാര ടേസ്റ്റുള്ളൊരു കൗവ റെസ്റ്റോറൻറ്റ് മന്തി. എനിവേ സൂപ്പറാണ്. അങ്ങനെ ഒരു ഹെവി ഭക്ഷണം കഴിച്ചു. നേരെ കൊല്ലം സിറ്റി അങ്ങനെ കറങ്ങി KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. അവിടെ ഒരു ബോട്ട് ജെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് വിസിറ്റ് ചെയ്ത് നേരെ നമുക്ക് തീരദേശത്തോട്ട് പോകും. കൊല്ലം സിറ്റിയിൽ തന്നെ കൊല്ലം ബസ് സ്റ്റാൻഡിലുള്ള KSRTC ബസ് സ്റ്റാൻഡിലാണ്. ബസ് സ്റ്റാൻഡ് നമുക്ക് കാണണം. യാത്രയുടെ ഭാഗമായിട്ട് ഓരോ സിറ്റികൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണും. അത് മെയിനാണ്. ഞങ്ങളെ കണ്ണൂർ പോലെയൊന്നും തലശ്ശേരി പോലെ കോഴിക്കോട് പോലെ ഒന്നല്ല. ഇവിടെ KSRTC മെയിൻ സ്റ്റാൻഡുകൾ മെയിനാണ്. പ്രൈവറ്റ് ബസ്സുകൾ ലോക്കലിൽ കുറവാണ്. ഇതാണ് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ്. പക്ഷെ പൊതുവേ എല്ലായിടത്തും KSRTC ബസ് സ്റ്റാൻഡും ആയിക്കോട്ടെ, റോഡായിക്കോട്ടെ ഒക്കെ വികസിച്ചു. പക്ഷെ കൊല്ലത്ത് എന്തുകൊണ്ട് KSRTC ഒരു പഴയ സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നറിയില്ല. ഇതിൻ്റെ വികസനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഭാഗത്ത് കായലാണ്, ബോട്ട് ജെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വന്ന് പെടുകയാണെങ്കിൽ കൊല്ലം KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് തന്നെ ബോട്ട് ജെട്ടിയും ഹൗസ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. KSRTCയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വലിയൊരു സ്റ്റേജ് പരിപാടിയൊക്കെ നടത്താൻ പറ്റുന്ന സ്റ്റേജും ഉണ്ട്. പരിപാടി നടത്താൻ ആഗ്രഹമുണ്ട് അവിടെ വന്നു. അതുകൂടാതെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട് കൊല്ലത്ത്. പിന്നെ ഇപ്പം നമ്മളിപ്പം കൊല്ലം സിറ്റിയിലേക്ക് പോകാം. സിറ്റിയിൽ നിന്ന് ഇനിയിപ്പം നേരെ കരുനാഗപ്പള്ളി ആ തീരദേശ റോഡിലോട്ടൊക്കെ ഇനി അങ്ങോട്ട് തിരിച്ചു പോകണം. ഇപ്പം ഇവിടെ ഒരുപാട് കാണാൻ കുറച്ച് ദൂരോട്ടുണ്ട് ഹൈ റേഞ്ച് മേലെ. ഇപ്പോൾ ഹൈ റേഞ്ചിലോട്ട് ഞാൻ ഇപ്പോൾ യാത്ര അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഹൈ റേഞ്ച് മീൻസ് കൊല്ലത്ത് നേരെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി അങ്ങനെ ഹൈ റേഞ്ച് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ തീരദേശം വിട്ടു പോകും. അപ്പോൾ പിന്നെ തിരിച്ചു വരലൊക്കെ കുറേ ഇതുണ്ട്. നമുക്കത് ഹൈ റേഞ്ച് വയനാടൊക്കെ ചേർന്നിട്ട് ഒരു ഹൈ റേഞ്ച് യാത്ര പിന്നീടാവാം. ഇപ്പോൾ നമ്മൾ തീരദേശം തന്നെ അങ്ങനെ കറങ്ങി അങ്ങ് പോവാം. ഇപ്പം പോകുന്നത് തങ്ങാശ്ശേരി ലൈറ്റ് ഹൗസ് വഴി അങ്ങനെ കരുനാഗപ്പള്ളിയാണ് ഇപ്പം പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ബിഷപ്പ് ജെറോം നഗർ ഇതെടുക്കാതെ കൊല്ലം സിറ്റി പൂർത്തിയാവില്ല എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ. ഇതൊരു ഏക്കർ സ്ഥലത്ത് മനോഹരമായിട്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇത് അപ്പുറവും ഇപ്പുറവും സൈഡിലൊക്കെ ഇരിക്കുന്നു. മാത്രമല്ല രാത്രി സെക്യൂരിറ്റി പറഞ്ഞാൽ രാത്രി സംഭവം അടിപൊളിയാണെന്നാണ്. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ മാലകളൊക്കെ വെച്ചിട്ട് നല്ല ലൈറ്റ്ഫുള്ളായിരിക്കും എന്ന് പറഞ്ഞാൽ രാത്രി. പകൽ അതിസുന്ദരമാണ്. പിന്നെ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്, ഒരു പൈസയും വാങ്ങാതെ. ഞാൻ റോങ് പാർക്ക് ചെയ്തു. എന്നാലും സെക്യൂരിറ്റി വളരെ സൗമ്യതയോടുകൂടി തന്നെ സംസാരിച്ചു. വളരെ താങ്ക്സ്. കൊല്ലം ബൈ. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. അങ്ങോട്ട് പോകുന്നില്ല, ഇവിടുന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. ഇവിടം വരെ ഇവിടെ വന്ന് നിൽക്കാന്ന് വണ്ടികൾ. അങ്ങനെ സിറ്റിയിൽ നിന്നും തീരദേശ റോഡ് നേരെ തങ്കശ്ശേരി
നെടുമ്പാശ്ശേരി. അതിൻ്റെ ഇടയിൽ പഴയ വീഡിയോ, അതായത് അങ്ങ് ഇങ്ങോട്ട് കന്യാകുമാരിയിൽ തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ ഈ കന്യാകുമാരി, തിരുവനന്തപുരം, കോവളം, അതായത് പിന്നെ വർക്കലൊക്കെ അടിപൊളി ബീച്ച് റോഡും കായലും പുഴയൊക്കെ ഉണ്ട്. ഒക്കെ കാണണം, കണ്ടിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇത് കൊല്ലം ഹാർബർ, കൊല്ലത്തെ പ്രധാനപ്പെട്ട ഹാർബറാണ്. ഈ ബോട്ടും കാത്ത് നിൽക്കുന്നവരായിരിക്കും ഇവരെല്ലാം. എല്ലാവരും കടൽ നോക്കി നിൽക്കുന്നുണ്ട് ആൾക്കാർ ഒരുപാട്. വാ മോനെ വാ, ഇത് എവിടെ നിന്ന് കിട്ടിയടാ? വരുന്ന ഇതുപോലെ നിങ്ങളെ പോലെ പോയതാ അല്ല? ഇത് പിടിച്ചിട്ട് അപ്പം ബാക്കി എവിടെ മീൻ? ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. വല ഇട്ടിട്ടാ അല്ല? എങ്ങനെ ഒരെണ്ണം എങ്ങനെ നിങ്ങളെ കിട്ടിയ? ചൂണ്ടിട്ടിട്ട് കിട്ടിയതാ അത്? അയില പോട്ടിട്ട് ഇത് കിട്ടിയത്? അയില ഇട്ടിട്ട് ഇത് കിട്ടി. എത്ര ആള് പോയിട്ട്? 3 പേര്. എത്ര സമയം? കുറെ സമയം എടുത്താ? 2.5 മണിക്കൂർ ആ കടലിൽ പോയിട്ടാ? അല്ല കായല്ല, കടലില്. അത് അടുത്ത ബോട്ട് വരുന്ന അവരും ചൂണ്ട ഇട്ടിട്ട് തന്നെ പിടിക്കുന്ന ആൾക്കാരാ? എല്ലാരും ചൂണ്ട ഇട്ടിട്ട്. അതാ മോനെ വേണം ചൂണ്ട ഇട്ടിട്ട്. വെരി ബെസ്റ്റ്. ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ചൂണ്ട ഇട്ടിട്ട് ഞങ്ങളുടെ ഹോട്ടലൊന്നും ഇല്ലല്ലോ ഇരുന്നു. ഇത് ഒന്നേ ഉള്ളൂ. മീൻ കുറച്ചേ കിട്ടിയിട്ടു, പക്ഷെ ഓരോന്ന് എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വിളിക്കുകയാണ്. ഈ പെണ്ണുങ്ങളെന്തിനാ പോകുന്നത്? ചൂരല്ലേ ഇത്? ചൂരല്ലേ? ഇങ്ങനെ വെച്ചിട്ട് ഇല മുറിക്കലാട്ടോ. 500. കച്ചവടക്കാരെ കിട്ടൂലേ? ഇതിപ്പം പുറത്ത് വിൽക്കുകയാണെങ്കിൽ അത്ര പൈസ ഉണ്ടോ? അത്രയല്ലേ? അതാണ് വില കൂടുതലാ പോലെ. മോഹവിലയാ? ഇല്ലല്ലേ, സാധനം ഇവിടെ. ആ അങ്ങനെ കിട്ടുമല്ലേ? ഓരോന്നോരോന്ന് വരും. 500. എത്ര കിലോ? 200 അല്ലേ? അന്നന്ന് കിട്ടി അന്നന്ന് കഴിയാൻ പോലും നിവൃത്തിയില്ലാത്ത മക്കളാണ് ഇന്ന് ഈ തെരുവുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഈ കടൽ കൊണ്ടാണ് നമ്മളെല്ലാവരും. കടലില്ലെങ്കിൽ കരയില്ലെന്നാ പറയുന്നത് തന്നെ. അതെ കറക്റ്റാണ്. അടുത്ത ബോട്ടുകൾ ഇതിങ്ങനെ വന്നോണ്ടിരിക്കുക. രാവിലെ പോയ ബോട്ടുകൾ മോനെ ബോട്ടർ. ഇതല്ല ചേട്ടന്മാരെ ഇന്ന് പോയില്ല, കടല് പോയില്ല. കാറ്റാ? സാധനം കുറവല്ലേ ഇപ്പം വരുന്ന ബോട്ട്? പണി കുറവല്ലേ? സുഖവീരെ എല്ലാവർക്കും സുഖമല്ലേ? അത് കേട്ടാ മതി. നമ്മള് ഷമീർ ദോസ്തി എന്ന് പറഞ്ഞ ചാനൽ. കടലിന്റെ മക്കളെ വിശേഷങ്ങൾ അറിയാൻ വന്നതാണെങ്കിൽ പറയും, വർത്താനം പറയും. എന്തൊക്കെ വിശേഷം? ഞങ്ങളെ ജോലിക്ക് പോകാൻ വന്നിരിക്കുകയാണ്. ഇന്ന് പോകുന്നില്ലേ? കാറ്റ് നോക്കിയിട്ട് പോകാം. കിഴക്കോടുള്ള പണിയാണല്ലോ, ഞങ്ങൾ പണിക്ക് പോകും. അങ്ങോട്ട് പോകുന്നു, കാറ്റ് നോക്കിയിട്ട്. കിഴക്കോടുള്ള പണിയാണ്, കിഴക്കോടുള്ള പണിയാണല്ലോ, ഞങ്ങൾ പണിക്ക് പോകും. 5 മണി കഴിഞ്ഞാൽ ഞങ്ങൾ പണിക്ക് പോകും. അപ്പൊ 5 മണിക്ക് പോയാൽ എത്ര മണിക്ക്? 8-9 മണിക്ക്. വലയാ ചൂണ്ട? വലയാ.
എന്ന് ഇവിടെ കൂടുതൽ കിട്ടുന്ന മീൻ ഇപ്പം കിട്ടുന്ന അയിലയാണ്. അയില ഇവിടെ സൈസ് അയിലയാണ് കിട്ടുന്നത്. അയില കിട്ടുന്നു അല്ലേ? 70 രൂപ 80 രൂപ 10 എൻ്റെ ഒരു നെൽസൺ ജില്ലാ സെക്രട്ടറിന്റെ ഒരു അതെ പ്രസിഡന്റാണ്. എന്നാ കൊടുക്കൈ ജില്ലാ പ്രസിഡന്റ് സ്റ്റീവൻ ചേട്ടാ പറ. സാറേ എന്തൊക്കെയുണ്ട് നിങ്ങളെ സിറ്റുവേഷൻ എന്നാ ഇപ്പൊ നിങ്ങളെ തൊഴിലും കാര്യങ്ങളൊക്കെ വരുമാനമൊക്കെ? ക്ഷാമമൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഉണ്ടോ? എണ്ണയ്ക്ക് മണ്ണെണ്ണ അല്ലേ? മണ്ണെണ്ണയുടെ ബുദ്ധിമുട്ട് സ്റ്റീവൻ ചേട്ടന്റെ മത്സ്യത്തൊഴിലാളികള് ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മെയിനായിട്ട് നമുക്ക് മണ്ണെണ്ണയാണ് മെയിൻ പ്രശ്നം. കാര്യം ഞങ്ങൾക്ക് ആർക്കും ആരുടെ ഔദാര്യമൊന്നും വേണം. ഞങ്ങൾക്ക് വേണ്ടിയത് അവകാശമാണ്. ഇത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ ഞങ്ങളുടെ ഈ ഒരു ഇഞ്ചിൻ എടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഈ കേരള ഗവൺമെൻറ്റിന് ഒരു 15,000 രൂപ കിട്ടും, കേന്ദ്ര ഗവൺമെൻറ്റിന് 15,000 രൂപ ടാക്സ്. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് മണ്ണെണ്ണ തരാൻ ഉപയോഗിക്കണമെങ്കിൽ മണ്ണെണ്ണ വേണം. അത് തരാൻ അവർ ബാധ്യസ്ഥ മാർഗമില്ലല്ലേ? പഴയ കപ്പലുകൾ അടുക്കുന്ന സ്ഥലമായിരുന്നു കൊല്ലം പോർട്ട്. ഇപ്പം ഇല്ല, പണ്ടത്തെ കാലം. ഇപ്പം ഇവിടെ ഏകദേശം 2000-ഓളം വള്ളങ്ങളാവും കേട്ടോ, ചെറിയ ബോട്ടുകൾ മീൻ പിടിക്കുന്ന 2000-ന്റെ മേലെ ഉണ്ടെന്നാണ്. ഏകദേശം റോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഡബിൾ 2 വേ ആണ്. തങ്കശ്ശേരി ബസ് ടെർമിനലാണ് ഇത്. ഒരു ബസ് പോലും ഇല്ല. ഇപ്പുറം കടൽ, അവരുടെ സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്റ്റോറുകൾ, വീടുകൾ, ഫുട്ബോൾ ഗ്രൗണ്ട്. നൈസ്. ഇതേതാ 2.5 കിലോമീറ്റർ കടലിൻ്റെ ഉള്ളിലേക്കൊരു പാതയാണ് തങ്കശ്ശേരിയിലെ. ഇതാണ് വാട്ടർ ബ്രേക്ക് വിത്ത് ദ വാട്ടർ. വാ, അതിൻ്റെ ഇതായത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ. ഇതിങ്ങനെ പോകും. അത് പൊളിക്കും അല്ലേ? വാ മോനെ വാ. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പാക്കി കെട്ടിയിട്ട് ഭംഗിയായിട്ട് പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് 10 രൂപയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. 10 രൂപ. കന്യാകുമാരിയിലോട്ട് ഒരു ഡോറിലൂടെ ഒരു ഗേറ്റിലൂടെ പ്രവേശിക്കണമെങ്കിൽ തന്നെ 50 രൂപ. അഥവാ പുറത്തിറങ്ങിപ്പോയെങ്കിൽ എൻ്റെ വീഡിയോ കാണാൻ തിരിച്ചു വരണമെങ്കിലും 50 രൂപ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാർക്കിങ്ങും അതും ഇതൊക്കെ കൊല്ലം സിറ്റിയാണ്. വാ മോനെ വാ. 5 കിലോമീറ്റർ നടക്കണം. എനിവേ ബോട്ട് പോകുന്നുണ്ടോ? ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകൾ. വാ മോനെ വാ. അവസാനം ബ്രേക്ക് ദ വാട്ടറിൻ്റെ തങ്കശ്ശേരിയുടെ ബ്രേക്ക് ദ വാട്ടർ ബ്രിഡ്ജിൻ്റെ അവസാനത്തിരിക്കുന്നു. ബ്രിഡ്ജല്ല, റോഡ്. വാ, അവിടെ ഒരു ലൈറ്റ് ഉണ്ട്, റെഡ് ലൈറ്റ്. കണ്ടാണ് ഇവിടെ. തിരിച്ച് നടക്കാണ്. ഇവിടെ ഇല്ല എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ
വാ മോനെ വാ. ബൈ. See you tomorrow. അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും കാര്യങ്ങളൊക്കെ വരട്ടെ. അതാണ് നമ്മുടെ ഊർജ്ജം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തില്ലേ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കും കൂടാം. ഈ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് അടുത്തുനിന്ന് അത്ര പ്രകാശം ദൂരെ നിന്നാണ് ഭയങ്കര എത്ര കിലോമീറ്റർ ഉണ്ട് അവിടത്തേക്ക്? 2.5 അങ്ങനെ ഇങ്ങോട്ട്. അപ്പോൾ ടോട്ടൽ 5. വാ 5 കിലോമീറ്റർ ഞാൻ നടന്നേ. നിങ്ങളെ 10 പേരുണ്ട്. ഹായ് പറഞ്ഞ വ്യൂവേഴ്സിനോട് ഹായ്.